നമസ്കാരം. എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളുടെ ഈ മ്യൂസിക് ലൈവ് പരിപാടിയിലേക്ക് സ്വാഗതം. കൂട്ടക്ഷരങ്ങളുടെ ലൈവ് പ്രോഗ്രാമുകൾ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും 12 മണിക്ക് സ്ഥിരമായി കുറേ ആളുകളെ ഇവിടെ കാണുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയിലേക്ക്, അതായത് നിങ്ങളിലൊരു ക്വിസ് മാസ്റ്റർ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഏത് വിഷയത്തിലാണെങ്കിലും, രസകരമായ കാര്യമാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ക്വിസ് ആയാലും എന്തു തന്നെയായാലും, നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം നൽകുന്നതാണ്. എന്നെയോ, എൻ്റെ പേര് ജയശ്രീ ജോൺ, എന്നെയോ അല്ലെങ്കിൽ പവിത്ര ഉണ്ണി ഇപ്പോൾ ഇവിടെ മെസ്സേജ് ചെയ്യും. പറഞ്ഞു കഴിഞ്ഞില്ല, ഇതിനിടയ്ക്ക് പവിത്ര മെസ്സേജ് ചെയ്ത് കഴിഞ്ഞു. പവിത്രയോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കും ഏതെങ്കിലും ഒരു ദിവസം 12 മണിക്ക് ഒരു ക്വിസ് പ്രോഗ്രാം കൂട്ടക്ഷരങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലൈവിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് എത്ര പേര് വന്നിരിക്കുന്നു നോക്കട്ടെ. ആളുകൾ വരുന്നുണ്ട്. ഇന്നത്തെ ലൈവിൽ ഇനി സർപ്രൈസ് എലമെൻ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഗാനങ്ങൾ എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് പ്രോഗ്രാം പാട്ടുകളെക്കുറിച്ചാണെന്ന്, പാട്ടുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന്. സുനന്ദ മഹേഷ്, ശ്രീദേവി നമ്പ്യാർ, അജിത് രാജ് എല്ലാവരും ഹാജർ വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഫേസ്ബുക്ക് ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെ തുറന്നു വെച്ചിട്ടാണ് നോക്കുക. അപ്പം ഞാൻ ലാപ്ടോപ്പിൽ കൂടി ഒന്ന് തുറന്നോട്ടെ. ഓക്കെ, ആശ റോസ്, ഷൈജു, ശ്രീദേവി, അജിത് രാജ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പേരും കൂടെ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വന്നവരോടൊരു ചോദ്യം: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏത് കാലത്ത് പാട്ടുകളാണ്? എപ്പോഴും ഒരു ഡിബേറ്റിംഗ് ടോപ്പിക്കാണ്. പഴയ പാട്ടുകൾ ഇഷ്ടമാണ്, പുതിയ പാട്ടുകളാണ് നല്ലത്, അല്ല ഇടയ്ക്കുള്ള 2000-ലെയും 90-കളിലെയും പാട്ടുകളാണ് നല്ലത്, അങ്ങനെ ഒത്തിരി അഭിപ്രായങ്ങൾ പലരും പറയാറുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഒരു 80-കൾ, 70-കൾ, 90-കൾ, 2000, പിന്നെ ഇപ്പോൾ ഉള്ള കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഏത് കാലത്തെ പാട്ടുകളാണ് നിങ്ങൾക്കിഷ്ടം? സിന്ധുനാശ് പറയുന്നത് നമ്മളൊന്നും മൂപ്പത്തിക്ക് പോരാ, കുറച്ചധികം ആളുകൾ വേണമെന്ന്. 90-കളിലെ പാട്ടുകളാണ് ഇഷ്ടമെന്ന് ആശാ റോസ്, ഷൈജുവും ജീസ് കൈതാരവും പറഞ്ഞിട്ടുണ്ട്. 90-കൾ ഒരു മനോഹരമായ കാലഘട്ടം തന്നെയായിരുന്നു പാട്ടുകളുടെ കാര്യത്തിൽ. മനോഹരമായ ഒത്തിരി പാട്ടുകൾ സമയത്തുണ്ട്. എല്ലാ കാലത്തെയും പാട്ടുകൾ ഇഷ്ടമാണ്, മൂഡ് അനുസരിച്ച് എന്നാണ് ശ്രീദേവി നമ്പ്യാർ പറയുന്നത്. വിമിതയും 90-കൾ പറയുന്നു. ഇവിടെ 90-കളുടെ ആരാധകരാണോ ഉള്ളത്? ഓക്കെ, അജിത് രാജ് 90-കളും 80-കളും ഇഷ്ടമാണെന്ന് പറയുന്നു. ജിഷ റോജോയ്ക്ക് 90-കളെ 2000 ഒക്കെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. അജിത് രാജ് ലേറ്റ് 80s എന്ന് പറയുന്നു. ലേറ്റ് 80s. ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഗാനങ്ങൾ ഇങ്ങനെ വർഷങ്ങൾ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ 80s-ലും 90s-ലും ഉള്ള പാട്ടുകളുണ്ട്. 80s-ലെ തുടക്കത്തിലുള്ള പാട്ടുകളും വളരെ മനോഹരമായ പാട്ടുകളുണ്ട്. നമ്മൾ കുറേ നല്ല സംവിധായകരുടെ നല്ല സിനിമകളുടെ പാട്ടുകൾ, പിന്നെ സലിൽ ചൗധരിയുടെയൊക്കെ അവസാനമായിട്ടൊക്കെ മലയാളത്തിൽ ചെയ്ത കുറേ പാട്ടുകൾ, ദേവരാജൻ്റെയും കുറച്ച് പാട്ടുകൾ 80s-ലുണ്ടോ. പിന്നെ 90s-ലെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം വിദ്യാസാഗറാണോ? കാരണം വിദ്യാസാഗറിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഏറ്റവും തിളങ്ങി നിന്ന ഒരു കാലഘട്ടമായിരുന്നു 90. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. വിമിത പറയുന്നു ഇപ്പോഴും നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ടല്ലോ എന്നാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ പാട്ടിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണെന്ന് തോന്നുന്നു. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ പാട്ടുകളും ഇഷ്ടമാണ്, 70s-ലെ 80s-ലെ ഇപ്പോൾ ഇറങ്ങുന്നതിലൊക്കെ ഇഷ്ടമാണ്. പക്ഷെ മെലഡിയോടൊരു കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് മാത്രം. അപ്പം ഇപ്പം മെലഡി ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ ഒരു 80-കളിലും 90-കളിലും ഉള്ളിടത്തോളം ഇപ്പം ഇല്ല എന്നൊരു ഇത് പറയേണ്ടി വരും. ജോൺസൺ മാഷ്, ഔസേബച്ചൻ, ആശാ റോസ്, ഷൈജു, ജോൺസൺ മാഷ് പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യയിലേക്ക് ഇന്നുണ്ട് എന്ന് ജീസ് കൈതരാൻ പറയുന്നു. ഇല്ല, അതിനി ഒരിക്കൽ കൂടെ ചോദിച്ചാൽ എന്നെ ഇവിടെ നിന്ന് പവിത്ര അടിച്ചോടിക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഇനി ചോദിക്കുന്നില്ല, കാരണം 2 or 3 തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജോൺസൺ മാഷ്, വിദ്യാസാഗർ, രവീന്ദ്രൻ, തീർച്ചയായിട്ടും ജീസ് കൈതാരം പറയുന്നു ഇവരെല്ലാവരുമാണ് 90കളെ അങ്ങ് മനോഹരമാക്കിയതെന്ന് തോന്നുന്നു. 80കളിലും ഇവരുടെ പാട്ടുകളുണ്ട് കേട്ടോ. ജോൺസൺ മാഷിൻ്റെ, ഔസേപ്പച്ചൻ്റെ ഒക്കെ നല്ല നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ഞാൻ ഇപ്പം എങ്ങനെ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരു അനുപല്ലവി പാടും. 2 ലൈൻ പാടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 ലൈൻ പാടിയിട്ടും നിങ്ങൾക്ക് ആ പാട്ട് ഏതാണെന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അനുപല്ലവി മൊത്തം പാടാം. നിങ്ങൾ ഗൂഗിൾ ചെയ്താലും കണ്ടുപിടിക്കുന്നതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഇത് ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളാണ്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ. പിന്നെ കുറേ പാട്ടുകളൊക്കെ ഇന്നത്തെ സിനിമകളിൽ, ഈ കാലത്തെ സിനിമകളിൽ പിന്നെയും ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ടെലിവിഷൻ രംഗത്ത് ഈ മ്യൂസിക് ഷോ ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പഴയ പാട്ടുകളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പറയുന്നു, മഴ കട്ടൻ ജോൺസൺ മാഷ് എന്ന് ആരാണ് പറയുന്നത്? വിനീത വിജയൻ പറയുന്നു. ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. അനുപല്ലവിയുടെ 2 ലൈൻ ഞാൻ പാടും, കിട്ടിയില്ലെങ്കിൽ ബാക്കി പാടാവേ. ഭയങ്കര ഈസി സോങ്ങാണ്, ഫേമസ് സോങ്ങാണ്. അപ്പോൾ ആദ്യം പറയുന്നവർക്കായിരിക്കും സമ്മാനം. ഞാനിവിടെ കമൻറ്റ് നോക്കുന്നുണ്ട്. പവിത്രകൂടി ഒന്ന് നോക്കിക്കോണേ കമൻസ്, ആദ്യം ആരാ പറയുന്നതെന്ന്. അപ്പം ആദ്യ ചോദ്യം ഇതാണ്. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഗോപുരം നീലെ 1000 ദീപം ഉരുകി ഉരുകി മെഴുകുതിരികൾ ചാർത്തി, മധുരമൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തി, എല്ലേ ഞാനും കൂടി പാടുന്നു. ഒത്തിരി പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ ചോദ്യം ചോദിച്ചാലുള്ള കുഴപ്പം. ഞാൻ ഈസി ചോദ്യം ചോദിക്കുമ്പം എല്ലാവരും കീറി പറയും. അജിത് രാജാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അജിത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്പാനും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പവിത്ര പറയുന്നു. വളരെ നല്ലതാണ്. മഹേഷ്, ജീസ്, വിനീത, ദീപിക, ശ്രീദേവി, ജിഷ, റെജോ, നീതി, ബാലഗോപാൽ, ബ്രീസ എല്ലാവരും ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇപ്പം എനിക്കൊരു സംശയം, ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ വളരെ ഈസി ആണോ എന്ന്. കാരണം എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന ഒരു സ്ഥിതിയാണ്. ജലജ, നാരായണൻ ഒക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നീതി, ബാലഗോപാൽ, ഇടയ്ക്ക് 1-2 പേര് വേറെ എന്തോ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതല്ല, ഇതാണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ അജിത്തിന് 1 പോയിന്റ് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വളരെ ഈസിയായ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പറയുന്നവർക്കാണ് എന്താ പറയണ്ടേ സമ്മാനം കിട്ടുക. ഇപ്പോൾ പാടിയ പാട്ട് എല്ലാവർക്കും അറിയാം, എന്നാലും പറയുന്നു. കാതോരം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഔസേപ്പച്ചൻ്റെ ഈണത്തിൽ ഉള്ള പാട്ടാണ്. പാടിയിരിക്കുന്നത് യേശുദാസും ലതികയും ചേർന്നാണ്. ലതിക അധികം പാട്ടുകളൊന്നും പാടിയിട്ടില്ലെങ്കിലും പാടിയ പാട്ടുകളെല്ലാം വളരെ മനോഹരമായിരുന്നു. ഈ സിനിമയിലെ തന്നെ കാതോടു കാതോരം ഈ പാട്ട് പാടിയിരിക്കുന്ന അവരാണ്. ഭയങ്കര സ്വീറ്റ് വോയിസാണ്. എനിക്ക് തോന്നുന്നു പാലക്കാട് സംഗീത കോളേജിൽ അധ്യാപികയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 1983 ഇറങ്ങിയ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു ചിത്രം. സൂപ്പർ ഹിറ്റായിരുന്നു. ആ സൂപ്പർ ഹിറ്റായ ഒരു ജോഡിയെ കൂടി സൃഷ്ടിച്ച ഒരു ചിത്രമാണ്. ഈ പാട്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, എനിക്കറിയാം. അപ്പോൾ അനുപല്ലവി പാടുവാണേ. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല, നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല, മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി ഈഴഴകുള്ളൊരു തേരിൽ എൻ്റെ ഗായകൻ. അജിത് രാജ്, ശ്രീദേവി നമ്പ്യാർ ഒക്കെ ദേവദാരു പൂത്തുവാണ് എന്ന് പറയുന്നു. ആണോ? എന്താണ് ബാക്കിയുള്ളവരുടെ അഭിപ്രായം? നോക്കട്ടെ. അജിത്തിനെ പിടിച്ച് പുറത്താക്കാൻ നീതി പറയുന്നു.
ആശാ റോസ് ഷൈജു ദേവദാരു പറയുന്നുണ്ട്. ശ്രീജാജിത്ത്, ബ്രീസ, നിഷാദ്. എല്ലാവർക്കും ഈ ഒരൊറ്റ ഉത്തരവുള്ളൂ. ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ ഇതിൻ്റെ അകത്തെ നായകൻ നായികയൊക്കെ. ഈ ചോദ്യങ്ങൾക്കൊന്നും സമ്മാനമില്ല, ഞാൻ വെറുതെ ചോദിക്കുന്നതേ ഉള്ളൂ. ഏത് സിനിമയിലെ പാട്ടാണ്? ഒരു സുപ്രസിദ്ധ സിനിമയായിരുന്നു. പവിത്ര സോപ്പിടുന്നു. സോപ്പിട്ടാൽ ഞാൻ മാർക്ക് തരില്ല പവിത്ര. സമ്മതിച്ചു. പവിത്ര പറഞ്ഞ കാര്യമൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ പോവാ. ആൻസർ ആദ്യം വന്നുകൊണ്ടിരിക്കുന്നു. എന്തൊരു ക്രൂരതയാണ് നെറ്റ് എന്നോട് ചെയ്യുന്നതെന്ന് ജിഷ റജോ പറയുന്നു. ഒന്ന് ഫേസ്ബുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് തുറന്നോളൂ, അപ്പോൾ ശരിയാവും. അജിത് രാജ് പറഞ്ഞിട്ടുണ്ട് ശങ്കറിൻ്റെ സിനിമയാണെന്ന്. ശരിയാണ്, ശങ്കറും മേനകയും അഭിനയിച്ച സിനിമയാണ്. ശങ്കറും മേനകയും ജോഡികളായിട്ട് പിന്നെ കുറേ അധികം സിനിമകൾ അങ്ങ് വന്ന് ഇത് കഴിഞ്ഞ് ഇതായിരുന്നു അതിൻ്റെ ഒരു തുടക്കം. ജലജ നാരായണൻ പറയുന്നു ദേവദാരു. ശ്രീരാജിത്ത് പറയുന്നു ശങ്കർ മേനക. ശരിയാണ്. എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലെ സുപ്രസിദ്ധമായ ഗാനമാണ് ദേവദാരു പൂത്തു. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാ തെളിമാനം പൂത്ത നിശീധിനിയിൽ. ഇതാണ് സിനിമ, അല്ല ഇതാണ് പാട്ട്. എങ്ങനെ നീ മറക്കും എന്ന സിനിമയുടെ പാട്ടാണ്. യേശുദാസ് പാടിയ പാട്ടാണ്. ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ എഴുതിയതാരാന്ന് നിങ്ങൾക്ക് പറയാമോ? ആർക്കെങ്കിലും അറിയാമോ നോക്കട്ടെ. ഇതിനൊന്നും മാർക്കില്ല, ഞാൻ വെറുതെ ചോദിക്കുന്നതേ. ഈ ചോദ്യത്തിന് ഉത്തരം അജിത്തിന് ഞാൻ കൊടുത്തു. ആർക്കെങ്കിലും അറിയാമോ നോക്കുന്നു. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, അല്ല എങ്ങനെ നീ മറക്കും എന്ന് പറഞ്ഞ സിനിമയാണ്. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു വേറൊരു ശങ്കറും മേനകയാണോ അംബികയാണോ അതിൻ്റെ അകത്ത്, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇതൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ളതാണെന്ന് തോന്നി. ഇതിപ്പം ഏത് ചോദ്യം ചോദിച്ചാലും 2023 ഇറങ്ങിയ ഒരു സിനിമയിൽ നിന്ന് ചോദ്യം ചോദിച്ചാലും തൊയ്ബ് ഇതേ ഉത്തരം തന്നെ പറയും, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്. ഈ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയതെന്ന് പറയുന്ന വേറെ 1-2 പേരും കൂടെ ഉണ്ട്, അവർ കാണുന്നില്ലല്ലോ. ശ്രീദേവി നമ്പ്യാർ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പ്രിയദർശനാണ്. പ്രിയദർശൻ്റെ ആണ് ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം. നമുക്ക് വിശ്വാസം തോന്നുന്നില്ല അല്ലേ, പ്രിയദർശന് കോമഡി അല്ലാതെ എഴുതാൻ പറ്റുമോ എന്ന്. ഇങ്ങനെയും ഒത്തിരി സിനിമകൾക്ക് പ്രിയദർശൻ തിരക്കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം എന്താ പറയണ്ടേ സംവിധാനത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നു. ഭദ്രനാണെന്ന് ആശാ റോസ് ഷൈജു പറയുന്നു. അല്ല, ഭദ്രൻ്റെ സിനിമ മറ്റേ റഹ്മാനും ഒരു കുട്ടിയും കൂടെ ഉള്ള സിനിമ, അതിൻ്റെ പേര് മറന്നുപോയല്ലോ. അതിൻ്റെ അകത്തൊരു പ്രസവമായ പാട്ടുണ്ടല്ലോ, ഇലകൊഴിയും ശിശിരത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നു. 1989 ഇറങ്ങിയ ഒരു മികച്ച ചിത്രം, അതിലെ വളരെ ഫേമസ് ആയ പാട്ടാണിത്. ഈ അടുത്ത കാലത്ത് വേറൊരു സിനിമയിൽ ഈ പാട്ട് ഉണ്ടായിരുന്നു. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു ശങ്കർ മേനക കലാരഞ്ജിനിയാണ് എന്ന്. അംബികയല്ല, ശരിയാണ് അംബികയാണ്. അല്ല, കലാരഞ്ജിനിയാണ്. കലാരഞ്ജിനി ഒരു ചെറിയ വില്ലത്തിയായിട്ട് അല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം കേട്ടോ, വേഗം പറഞ്ഞോണം ഉത്തരം. ഇതാണ് അനുപല്ലവിയുടെ ലൈനാണ് പാടുന്നത്. താളം മാറി ഓണക്കാലം പോയി, വേലക്കാവിൽ വർണ്ണക്കോലം മാറി, തീരം തേടി അന്തിക്കാറ്റും പോയി, കൂട്ടിനായി കൂടാരം മാത്രം. ഇനി അങ്ങോട്ട് ഞാൻ പാടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ട് ഇത്രയേ പാടുള്ളൂ. താളം മാറി ഓണക്കാലം പോയി, വേലക്കാവിൽ വർണ്ണക്കോലം മാറി. ഉത്തരങ്ങൾ വരുന്നുണ്ട്. പൂമാനമയാണെന്ന് ജിഷ രജു പറയുന്നു. അല്ല. ദിവ്യ എസ് മേനോനും പൂമാനമയാന്ന് പറയുന്നു. അല്ല അല്ല അല്ല. ഇത് നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ പറഞ്ഞതാണോ അതോ വേറെ ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരമാണോ പൂമാനം പറഞ്ഞത്? ജീസ് പറയുന്നു പുതുമഴയായി, ബ്രീസ പുതുമഴയായി, ആശാ റോസ് ഷൈജു പുതുമഴ, ജൂലാവി ഗോപാൽ ഈറൻ മേഘം എന്ന് പറയുന്നു, വിനീത വിജയൻ പുതുമഴ, ബിനോ മാത്യു പുതുമഴ, ശ്രീദേവി, വൈശാഖ് ജയ് പൂമാനമേ. ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പൂമാനമയാണെന്ന് തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മഹേഷ് ശിവരാമപിള്ള പറയുന്നു പുതുമഴയായി. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് പുതുമഴയായെന്ന്, അതുകൊണ്ട് ഞാനും സമ്മതിക്കുന്നു കേട്ടോ, പുതുമഴയായെന്ന്. ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഗസ് അടിച്ചതാണെന്ന്. ഓക്കെ, അത് പാട്ട് കേൾക്കുന്നതിന് മുമ്പേ ഞാൻ 89 ചിത്രമാണെന്ന് പറഞ്ഞപ്പോഴേ ഓടിച്ചെന്ന് ഗൂഗിൾ ചെയ്ത് പറഞ്ഞ ആൻസർ ആണോ എന്ന് പറയുന്നു.
പാട്ടിൻ്റെ കൂടുതൽ വരികൾ കമൻ്റ് ഇടുന്നവർക്ക് സമ്മാനം കൊടുക്കണമെന്ന് അജിത്ത് വള്ളൂരി. ഓക്കെ, അടുത്ത നാളെ അജിത്തിൻ്റെ വക ക്വിസ് ഉണ്ട്. അജിത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ വരി പറയുന്നു, നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരും എന്നൊക്കെ. അപ്പോൾ ജീസിന് എന്തായാലും ഞാൻ സമ്മാനം കൊടുക്കുകയാണ്. പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉൾക്കൊടുന്നയില്ലാത്മനൊമ്പരമിതേറ്റു ഞാനിന്നു പാടാം, പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. ഇത് പാടിയ സുധീഷിൻ്റെ ആ ചിരിയും ആരും മറക്കത്തില്ല. മുദ്ര എന്ന ചിത്രത്തിലെ പാട്ടാണ്. മോഹൻ സിത്താരയുടെ ഈണത്തിൽ കൈതപ്രത്തിൻ്റെ വരികൾ പാടിയിരിക്കുന്നത് MG ശ്രീകുമാറാണ് തോന്നുന്നു പാടിയിരിക്കുന്നത്. മമ്മൂട്ടിയാണ് ചിത്രത്തിലെ നായകൻ, പക്ഷേ ഈ പാട്ട് പാടിയിരിക്കുന്നത് സുധീഷാണ്. സുപ്രസാദ പാട്ടത്. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ലളിതം സുന്ദരം എന്ന് പറയുന്ന മഞ്ജു വാര്യർ ചിത്രത്തിലായിരുന്നു എന്ന് തോന്നുന്നു ഈ പാട്ട് വീണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 4ാമത്തെ ചോദ്യമാണ് അടുത്തത്. അപ്പോൾ പാട്ടിൻ്റെ വരികൾ ഇതാണ്. എനിക്കിന്ന് കുറച്ച് ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് പാടിയിട്ട് ശരിയാവാത്തത്. കിലുങ്ങുന്നിതരകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മിഴികൾ, കിലുങ്ങുന്നിതരകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ, മറന്നില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. ജീസ് കൈതാരം ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബ്രീസ നിഷാദ് കുറച്ച് വിഷമമുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നല്ലേ. എല്ലാവർക്കും ഉത്തരം കിട്ടുന്നു. ജിഷ റജോ, ശ്രീജ അജിത്ത്, ജൂല, അജിത് രാജ് ഇത്തവണ താമസിച്ചു പോയി, സായൻ സരംഗ്, സഹ്ല, ദീപിക, വിനീത, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആർക്കും വേറെ ഒരു അഭിപ്രായമില്ല. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം ജനിച്ച ത്വയ്ബ് പോലും ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് വള്ളോലി ഗൂഗിളിൽ പോയി അതിൻ്റെ വേർഡ്സ് കോപ്പി ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വേർഡ്സ് എടുത്തുകൊണ്ട് വന്ന സ്ഥിതിക്ക് ഞാനത് നോക്കി പാടിക്കേൽപ്പിക്കുന്നതാണ്. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം. പാട്ട് മുഴുവൻ പാടി നോക്കുമ്പോഴേക്കും ആൻസർ വന്നു എന്ന് നീതി പറയുന്നു. ഞാൻ മിക്കവാറും പാട്ടിൻ്റെയൊക്കെ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. പാടി പാടി അനുപല്ലവി അങ്ങ് തീരാറാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പല്ലവി മനസ്സിൽ വരുമല്ലോ. ഇത് 3-ാം പക്കം എന്ന സിനിമയിലെ പാട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ മുത്തച്ഛനെയും കൊച്ചുമോനെയും ആരും മറക്കില്ല. പത്മരാജൻ്റെ സിനിമ, ഇളയരാജയുടെ മ്യൂസിക്, ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് വേണുഗോപാൽ പാടിയ പാട്ടാണ്. വേണുഗോപാലിന് ഈ പാട്ടിന് നാഷണൽ അവാർഡ് തന്നെയാണ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. സംസ്ഥാന അവാർഡാണോ നാഷണൽ അവാർഡാണോ എന്നുള്ള സംശയമേ ഉള്ളൂ. അറിയാവുന്നവരാരെങ്കിലും കമൻറ്റ് ചെയ്യൂ. നാഷണൽ അവാർഡ് തന്നെയല്ലേ? ആൾക്കാരിപ്പോഴും ഉണരും ഈ ഗാനത്തെ പിടിച്ച്. ത്വയ്ബ് ഞാൻ പറഞ്ഞത് സംഭവിച്ചിട്ടുണ്ട്. ത്വയ്ബ് 2000-ന് മുമ്പ് ജനിച്ചതാണെന്നാണോ സമ്മതിച്ചത്, അതോ നാഷണൽ അവാർഡ് കിട്ടിയതെന്നാണോ സമ്മതിച്ചതെന്ന് അറിയില്ല. സ്റ്റേറ്റ് അവാർഡ് അല്ലേ എന്ന് അജിത്ത് ചോദിക്കുന്നു. സ്റ്റേറ്റ് അവാർഡാണെന്ന് ജീസ് കൈതാരം പറയുന്നു. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ആയിരിക്കും കേട്ടോ, നാഷണൽ അവാർഡ്. എന്നാലും എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ നാഷണൽ അവാർഡ് എന്നൊരു ചിന്തയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ട് പാടുന്നു. 1980-ലാണ് ഈ ചിത്രം ഇറങ്ങിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ചോദ്യം ഇതാണ്. അനുപല്ലവിയിലെ വരികൾ പാടുന്നു. ഇത് 5ാമത്തെ ചോദ്യമാണ്. ഇതുവരെയുള്ള പോയിന്റ് നില അജിത് രാജിന് 2 പോയിന്റ്, ജീസ് കൈതാരത്തിന് 2 പോയിന്റ്. അപ്പോൾ 5ാമത്തെ ചോദ്യം. സുതാര്യ സുന്ദര മേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ, സുതാര്യ സുന്ദര മേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ. അപ്പോൾ പാട്ട് പറയും. അങ്ങനെ എപ്പോഴും എളുപ്പമുള്ളത് ചോദിച്ചാൽ ശരിയാവത്തില്ലല്ലോ. ഇതത്ര ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നുമല്ല, നല്ല എളുപ്പമുള്ള പാട്ടാണ്. അജിത് വള്ളോലി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ജീസ് കൈതാരം പറയുന്നു. സായൻ സരംഗ്
അജിത് രാജ്, ബിനോ മാത്യു എല്ലാവർക്കും അറിയാൻ പാട്ട്. ദീപിക അജിത്, ദിവ്യ സ്മന. ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കുന്നു, പക്ഷെ എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീജ അജിത് എൻ്റെ അമ്മയ്ക്ക് പോലും അറിയാം, അമ്മ പോലും പറഞ്ഞിട്ടുണ്ട് ലൂസി ചോൺ. അപ്പോൾ ആശ റോസ് ഷൈജു, വിനീത വിജയൻ, എല്ലാവരുടെയും പ്രിയപ്പെട്ട പാട്ടാണോ അത്? എൻ്റെയും പ്രിയപ്പെട്ട പാട്ടാണ്. സിന്ധു ശശീന്ദ്രൻ, ജിഷ രജോ, ജലജ നാരായണൻ. അജിത് വള്ളോലിയാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പവിത്ര ഒന്ന് കൺഫേം ചെയ്യണേ. പാട്ട് നിന്തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു, നീ വന്നു. എല്ലാവരും എന്നെയാണ് സുന്ദരി എന്ന് വിളിക്കുന്നതെന്ന് അജിത് രാജ് പറയുന്നു. അജിത് രാജിൻ്റെ കമൻറ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ മാർക്ക് തരില്ല. മാർക്ക് ഞാൻ അജിത്ത് വള്ളോലിക്ക് തന്നെ കൊടുക്കും. അതെന്താ കാമന്റ് മാർക്ക് പറ്റൂലേ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ദേവരാജൻ ഈണം നൽകിയ പാട്ടാണ്. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ പാട്ട്. ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണണം കേട്ടോ, നല്ല സിനിമയാണ്. അന്തരിച്ച നടി ശോഭയുടെ നല്ല മനോഹരമായൊരു സിനിമ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 6ാമത്തെ ചോദ്യം. പാട്ടിൻ്റെ അനുപല്ലവി ഇതാണ്. ഇന്ത്യ തുള്ളി തുള്ളാത്തു പൂവും പോരേ, തുള്ളിപ്പാടാത്തു പൊന്നും പോരേ, മൺകൂടത്തിൽ കാത്തുവയ്ക്കും, മൺകൂടത്തിൽ കാത്തുവയ്ക്കും. ബാക്കി ഞാൻ പാടത്തില്ല, നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. ദിവ്യനും ചോദിക്കുന്നു മൃഗാംഗതരളിത മൃണ്മയ ഗ്രഹണം എന്നൊക്കെ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എന്ന്. ആ പാട്ടത്തിലെ നേരത്തെ പാട്ടിലെ വരികളാണ്. ഇപ്പം ചോദിച്ചതിന് ഉത്തരം പറയൂ. ആരുടെ ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. ഇതൊക്കെ എന്താ പറയണ്ടേ, യേശുദാസും ചിത്രയും കൂടെ പാടിയ ഒരു ഫേമസ് പാട്ടാണ്. ശ്രീദേവി നമ്പ്യാർ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പാട്ട് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പാടാം. അനുപല്ലവി. എന്റെ തുമ്പി തുള്ളാത്തു പൂവും പോരേ, തുള്ളിപ്പാടാത്തു പൊന്നും പോരേ, മൺകൂടത്തിൽ കാത്തുവയ്ക്കും, മൺകൂടത്തിൽ കാത്തുവയ്ക്കും, മാണിക്കക്കല്ലും തന്നാലോ. ബ്രീസ, ശ്രീദേവി എന്നിവർ, ആശാ റോസ് ഷൈജു എന്നിവർ അത്തപ്പൂ ആണെന്ന് പറയുന്നു. ജിഷ രജു വെള്ളിക്കിണ്ണം ആന്ന് പറയുന്നു. വെള്ളിക്കിണ്ണം ആ പാട്ടല്ലേ ഉദ്ദേശിച്ചത്? അതല്ല. ജലജ നാരായണനും പറയുന്നു അത്തപ്പൂ നുള്ളിയാണ് എന്ന്. കുറച്ച് പേരുടെ ഞങ്ങളുടെ അഭിപ്രായം അറിയട്ടെ. മൺകൂടത്തിൽ കാത്തുവയ്ക്കും, മൺകൂടത്തിൽ പാത്തുവയ്ക്കും, മാണിക്കക്കല്ലും തന്നാലോ. അത്തപ്പൂന്നുള്ളി തൃത്തപ്പൂന്നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലേ വാ ഒന്നാനം കുന്നിതോടി വാ. കുറച്ചുകൂടെ പുതിയ പാട്ട് എന്ന് ജിഷ രജോ പറയുന്നു. ഇല്ലില്ല, ഇന്ന് 80s വസന്തമാണ്, പുതിയ പാട്ടില്ല. അപ്പോൾ ഇതാണ് ഉത്തരം, അത്തപ്പൂന്നുള്ളി എന്ന പാട്ട്. ജെറി അമൽദേവിൻ്റെ ഈണത്തിലുള്ള പാട്ടാണ്. വിനീത വിജയനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സിന്ധു ശശീന്ദ്രൻ എന്തേ തുള്ളി, അത് എന്തേ തുമ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് അനുപല്ലവിയാണ്. ബിനോ മാത്യു, ജൂല. ഈ പാട്ട് പാടുമ്പം സീനിൽ അഭിനയിക്കുന്നവരാരൊക്കെയാണെന്ന് പറയാമോ? വേഗം കമൻറ്റ് ചെയ്യണേ. ഇതിന് പോയിന്റ് ഇല്ല, വെറുതെ ചോദിച്ചതേ. ശ്രീദേവിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഒരു പോയിന്റ് ശ്രീദേവിക്ക് കൊടുക്കുന്നു. പവിത്ര ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സായൻ സരങ് പറഞ്ഞിട്ടുണ്ട്. ജലജ, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ആശാ റോസ് ഷൈജു. നല്ല പാട്ടല്ലേ? യേശുദാസും ചിത്രയും കൂടി പാടിയ പാട്ടാണ്. ONVയുടെ രചനയാണ്. പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന സിനിമയിലെ പാട്ടാണ്. ഒരു മാർക്ക് വാങ്ങിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. വൈശാഖ് പറയുന്നു മോഹൻലാൽ ഉർവശിയാണ്. നല്ലേ അല്ല, ഈ സിനിമയ്ക്കകത്ത് മോഹൻലാൽ ഇല്ല. ഇതിൽ മമ്മൂട്ടി ഉണ്ട്, പക്ഷേ ഈ പാട്ടിൻ്റെ സീനിൽ മമ്മൂട്ടി പോലും ഇല്ല. പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന സിനിമയിൽ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ഞാൻ തന്നെ ഉത്തരം പറയാം. റഹ്മാനും സറീന വഹാബും കൂടെ ഒരു വയലിൻ്റെയൊക്കെ
ഓരത്തൂടെയൊക്കെ ഇങ്ങനെ നടന്ന് മാറി മാറി പാടുന്ന ഭയങ്കര രസമാണ് കേൾക്കാൻ. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് യേശുദാസിൻ്റെ റഹ്മാൻ ശോഭന എന്ന ആഷാറോസ് ഷൈജു പറയുന്നു. ശോഭനയല്ല, റഹ്മാനും ഞാനിപ്പോൾ പറഞ്ഞതാണ് പേര്, ഇപ്പോൾ പെട്ടെന്ന് വിട്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ മാറി മാറി പാടുന്ന ഒരു പാട്ടാണ്. ഭയങ്കര രസമാണ് കേൾക്കാനും കാണാനും. സറീന വഹാബ്. യേശുദാസിൻ്റെ സൗണ്ട് ഈ പാട്ടിൽ ഭയങ്കര ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്ന് കേട്ട് നോക്കിയിട്ട് പറയണേ. അപ്പോൾ 7ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ 7ാമത്തെ ചോദ്യം ഇതാണ്. 20-ാം നൂറ്റാണ്ടിലെ പാട്ടാണെന്ന് വൈശാഖി പറയുന്നു. അല്ല, പുന്നാരൻ ചൊല്ലി ചൊല്ലി എന്ന സിനിമയിലെ പാട്ടാണ്. സറീന വഹാബ് എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. ആദരമൃത ജലശേഖരം നയനം മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ. ഈ പാട്ട് അറിയാത്ത ഒരു മലയാളിയും വേണ്ട, അത്രയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. വേഗം പറഞ്ഞോളൂ. പറയുന്നുണ്ട്. സഹ്ല പറയുന്നു, അജിത് പറയുന്നു. ഇതും എനിക്ക് അറിയത്തേ ഇല്ലെന്ന് പവിത്ര പറയുന്നു. ശരിയാ, അറിയത്തേ ഇല്ല നമുക്ക്. ഇത് വിനീത് പറയുന്നു, വിനീത വിജയൻ, ബിനോ മാത്യു, അജിത് രാജ്, സഹ്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് ഏതാണെന്ന്. ഈ പാട്ട് അറിയത്തില്ല എന്ന് ആരും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം 8 വയസ്സുള്ള മലയാളം ശരിക്കും അറിയത്തില്ലാത്ത എൻ്റെ മോക്ക് പോലും അറിയാം ഈ പാട്ട്. അവൾ ഇതിനെ പാടിക്കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പോൾ വൈശാഖ് പറയുന്നു, റഹ്മാൻ ശോഭന. ഓക്കെ, കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജൂല, ജിഷ റജു, തേജ ഭായി ഒക്കെ കൂട്ട് വിളിച്ചിരിക്കുന്നു. ആ സിനിമയിലൊന്നും പാട്ടല്ല, അവിടം വരെ ഒന്നും പോവണ്ട. പാട്ട് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കാണാമറയത്ത് എന്ന സിനിമയിൽ റഹ്മാനും ശോഭനയും കൂടെ ഡാൻസ് ചെയ്തുകൊണ്ട് പാടുന്ന പാട്ടാണ്. ശ്യാമിൻ്റെ മ്യൂസിക്, ബിച്ചു തിരുമലയുടെ രചന, യേശുദാസ് പാടിയ പാട്ട്. ഒരു മധുരക്കിനാവിൻ്റെ ഹരിയിലെങ്ങോ കൊടുമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ കണ്ടു ഞാൻ. ശ്രീദേവി നമ്പ്യാർ ചോദിക്കുന്നു, ഇച്ചിരി ടഫ് ചോദിക്കാൻ പറ്റുമെന്ന്. ഈ ചോദ്യം ഞാൻ ഓർത്ത് വെച്ചിട്ട് അടുത്ത ആഴ്ച ഭയങ്കര ടഫ് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ വരുന്നുണ്ട്. തേജഭായിലും ഉണ്ട് എന്ന് പവിത്ര പറയുന്നത് ശരിയാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും ഈ പാട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? വേറെ എവിടെയോ കേട്ട പോലെ എനിക്ക് തോന്നുന്നു. തേജഭായിൽ ഇത് റീമിക്സ് ചെയ്തിട്ടുണ്ട് പൃഥ്വി അഖില ജോളി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ലായിരുന്നു കേട്ടോ. കറക്റ്റാണ് ശ്രീദേവി പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് ഞാൻ സഹലയ്ക്കാണ് കൊടുക്കുന്നത്. സഹലയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അടുത്ത പാട്ട് പിന്നെയും ഈസി ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. 1988 റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം. ഈ ചിത്രം കണ്ടിട്ടില്ലാത്തവരാരും ഉണ്ടാവില്ല. അതിലെ പാട്ടാണ്. പാട്ടിൻ്റെ അനുപല്ലവി പാടുകയാണ്. അടുത്ത തേങ്ങ ഉടയ്ക്കാൻ അജിത്ത് വല്ലവർ പറയുന്നുണ്ട്. ഞാൻ തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ, എൻ്റെ അധികം തേങ്ങകളില്ല. അപ്പോൾ ഞങ്ങൾ ഓരോരോ തേങ്ങകളായിട്ട് എടുത്തുകൊണ്ട് വരാം. പിന്നെ കുറച്ചൊക്കെ GK കിട്ടുന്നത് നല്ലതല്ലേ? ഇത് ഏത് സിനിമയിലാണ്, ആരാണിത് പാടിയെന്നൊക്കെ നിങ്ങൾ അറിയുക. പിന്നെ എനിക്കിതൊക്കെ അറിയാമെന്ന് നിങ്ങൾക്കും അറിയണ്ടേ? അങ്ങനെയുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ അടുത്ത പാട്ട്. ദൂരെ പകലിൻ്റെ തിരിമെല്ലെ താഴുമ്പോൾ ഗ്രാമം മിഴിപൂട്ടുമ്പോൾ, ദൂരെ പകലിൻ്റെ തിരിമെല്ലെ താഴുമ്പോൾ ഗ്രാമം മിഴിപൂട്ടുമ്പോൾ. ഇത് കൂടുതൽ പാടുന്നില്ല ഈ പാട്ട്, ഇത്രേ പാടുള്ളൂ. ഉത്തരങ്ങൾ പോരട്ടെ. ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കായിട്ട് തൃത്താപ്പൂവല്ലേ എന്ന അത്തപ്പൂവിനുള്ളിൽ തൃത്താപ്പൂവും ശരിയാ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ബിനോ മാത്യു ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പവിത്രയ്ക്ക് ആസ് യൂഷ്വൽ അറിയത്തില്ലെന്ന് എനിക്കും അറിയാം. അജിത് രാജ് പറയുന്നു ഒരു പാട്ട്. സിന്ധു ശശീന്ദ്രൻ, ജിഷ റജോ, ആഷാറോസ് ഷൈജു, ജൂല വി ഗോപാൽ, സഹ്ല ആ പാടമാണെന്ന് പറയുന്നു. അതുതന്നെ ആ പാടം തന്നെ. ദീപിക, അജിത്ത്, ജീസ് കൈതാരം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിനോ മാത്യുവിനാണ് ഞാൻ പോയിന്റ് കൊടുക്കുന്നത്. പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചിത്രം സിനിമയിൽ കണ്ണൂർ രാജനീണം നൽകി MG ശ്രീകുമാറും സുജാതയും കൂടി ആലപിച്ച പാട്ടാണ്. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും
പുറത്തു നിന്നും പുന്നാരം ചൊല്ലി നീ വന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ട സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഞാൻ. ഈ പാട്ട്, ഈ സിനിമയിൽ ഈ പാട്ടിൻ്റെ രംഗം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കണം എല്ലാം ശരിയായി, നായകനും നായികയൊക്കെ ഒന്നിച്ചു, പ്രശ്നങ്ങളും എല്ലാം തീർന്നു. ഈ പാട്ടങ്ങ് തീരുമ്പോഴത്തേക്കും തിയേറ്ററിൽ കാണാൻ, ഞാൻ തിയേറ്ററിൽ കണ്ടാണ് കൊച്ചായിട്ട്, തിയേറ്ററിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് പോവുക, കാരണം തീർന്നല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് എല്ലാവരും കുറേ പേരൊക്കെ വാതിലിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് എവിടെ നിന്നോ സോമൻ പ്രത്യക്ഷപ്പെടുന്നു. സോമനെ കാണുന്ന മോഹൻലാൽ ഓടുന്നു. പിന്നെ മൊത്തത്തിൽ സംഘർഷം. പോയവരെല്ലാം തിരിച്ചു വരുന്നു. പിന്നെ ഒത്തിരി നാൾ എന്താ പറയണ്ടേ, ആഗ്രഹിച്ചിട്ടുണ്ട് ആ പാടം പൂത്ത കാലം എന്ന പാട്ടോടുകൂടി ആ സിനിമ തീർന്നിരുന്നെങ്കിൽ എന്ന്. അത് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം വേണ്ടായിരുന്നു എന്ന്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇത് കഴിയുമ്പോൾ സോമൻ വരുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു അതിൻ്റെ ആ സിനിമയ്ക്കകത്ത് സോമനെ. എന്ത് ചെയ്യാനാ, അവിടെ കൊണ്ട് ആ സിനിമ തീർന്നാൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതുവരെയുള്ള പോയിന്റ് നില: അജിത് രാജിന് 2 പോയിന്റ്, ജി സ്കൈതാരൻ 2 പോയിന്റ്, അജിത് വള്ളോലി, ശ്രീദേവി, സഹല, വിനോ മാത്യു ഓരോ പോയിന്റ് വീതം. അപ്പോൾ അടുത്ത ചോദ്യം, 1986 ഇറങ്ങിയ ഒരു സിനിമയിലെ പാട്ടാണ് അടുത്ത പ്രസിദ്ധമായ പാട്ട്. ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ 80കളിലെ സുപ്രസിദ്ധമായ പാട്ടുകൾ മാത്രമാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത്. അടുത്ത തവണ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിട്ട് വരാവേ. പക്ഷേ ഇത്തവണ ഈസി ചോദ്യമാണ് അടുത്തതും. മുക്കുറ്റി ചാന്തിനാൽ കുറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണല്ലേ നീ. മുക്കുറ്റി ചാന്തിനാൽ കുറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണല്ലേ നീ. ഇതേത് പാട്ടാണ് എന്ന് പറയുക. ആശാ റോസ് ഷൈജു പറയുന്നു, സോമൻ വന്നാലേ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്ന് കേൾക്കാൻ പറ്റുള്ളൂ. ശരിയാണ്, അവിടെയൊക്കെയാണ് നമ്മൾ കരഞ്ഞു പോയത്. ജി സ്കൈതാരം ഉത്തരം പറയുന്നു പൂങ്കാറ്റിയാണെന്ന്. ആശാ റോസ് ഷൈജു ചെമ്പരത്തിയാണെന്ന് പറയുന്നു. വിനോ മാത്യൂസ് പൂങ്കാറ്റെ, അജിത് രാജ് പൂങ്കാറ്റെ. അപ്പോൾ പൂങ്കാറ്റിയാണോ ചെമ്പരത്തിയാണോ? എൻ്റെ പ്ലേലിസ്റ്റ് മോഷ്ടിച്ചു എന്ന് പവിത്ര പറയുന്നു. എൻ്റെ പ്ലേലിസ്റ്റ് ആയിരിക്കും പവിത്ര മോഷ്ടിച്ചത്. സഹ്ല, മഹേഷ്, അനുപമ, മോഹൻ എല്ലാവരും പൂങ്കാറ്റയാണെന്ന് പറയുന്നു. ഏത് പൂങ്കാറ്റാ പിള്ളേരെ, ഏത് പൂങ്കാറ്റാ? നീയൻ ആണെന്ന് ജൂല പറയുന്നു. അല്ല. ലിജി ഗഫൂർ, ശ്രീദേവി നമ്പ്യാർ. അപ്പോൾ ഇത്രയും പേര് ഉത്തരം പറഞ്ഞതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞേക്കാം. നിങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പാട്ട് ഇത് തന്നെയാണ്. ആരൊക്കെ കൂടിയാണ് സ്ക്രീനിൽ ഇത് പാടുന്നതെന്ന് പറയാമോ? ശ്യാമ എന്ന സിനിമയിലെ പാട്ടാണ്. അഭിനയിക്കുന്നവരാരാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പാട്ടിതാണ്. പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള എൻ കാമുകനോട്, ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ. ഒത്തിരി പേര് പറയുന്നുണ്ട് മുകേഷും നദിയ മൊയ്തും കൂടിയാണെന്ന്. ശരിയാണ്, മുകേഷും നദിയ മൊയ്തും കൂടെ ചേർന്ന് പാടുന്നതാണ് അത്. അവരെ കൂടാതെ ഈ സിനിമയിൽ മമ്മൂട്ടി പിന്നെ സുമലത ഒക്കെ ഉണ്ട്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രഘുകുമാർ ഈണം നൽകിയ ഉണ്ണിമേനോനും ചിത്രയും കൂടെ പാടിയ പാട്ടാണ്. ഞാൻ ഈ പാട്ട് ഉണ്ണിമേനോൻ ലൈവായിട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, ചുമ്മാ പറഞ്ഞ. അപ്പോൾ അടുത്ത പാട്ട്, ഇതും ഫേമസ് സോങ്ങാണ്. ഈ 80s സോങ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പാട്ടുകളൊക്കെ എങ്ങനെ ഒഴിവാക്കും? അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറഞ്ഞത് ആരായിരുന്നു പവിത്ര? ഞാനത് വിട്ടുപോയല്ലോ, നോക്കട്ടെ ഒരു സെക്കൻഡ്. പൂങ്കാറ്റി ആദ്യം പറഞ്ഞത്. പൂങ്കാറ്റി ഒത്തിരി പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ജി സ്കൈതാരമാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. വേഗം വേഗം ചാടി ഉത്തരം പറഞ്ഞോണേ, കാരണം അത്രയ്ക്ക് ഫേമസ് ആയ ഒരു പാട്ടാണിത്. കിരവീരത്തിനാരപ്പൊയ്മൊഴിയോ, കരളിലെ കുങ്കുമപ്പൂമ്പൊടിയോ, കളിയാടും കാറ്റിൻ്റെ കയ്യിൽ വീണോ, കുളിരോട് കുളിരെങ്ങും തോകി നിന്നോ, ഒരു പൂവിൽ നിന്നവർ തീന്നുകർന്നു. ഇരുമയാണെങ്കിലും ജീ
ബാക്കി പാടണോ? കൂടുന്നു കൂട്ടാൻ നാരുകൾ തേടി ആൺകിളി എങ്ങോ പോയി ദൂരെ ദൂരെ പെൺകിളി കാത്തിരുന്നു തന്നെന്നം താനെന്നം താനത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാടിലാടി. ഒത്തിരി പേര് ഉത്തരം ഞാൻ പാടി തീരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഉത്തരം കൂടി ഞാൻ അങ്ങ് പാടി തീർത്തത്. ആദ്യം പറഞ്ഞത് ആരാണെന്ന് നോക്കട്ടെ. ആദ്യം പറഞ്ഞത് എൻ്റെ സ്ക്രീനിൽ ജിഷ റജോയാണ്. പക്ഷേ ഒന്ന് കൺഫേം ചെയ്യണേ. അജിത് രാജ്, അനുപമ, ഹഫ്സത്ത്, ശ്രീദേവി, സിന്ധു, ബിനോ, മഹേഷ്, വിനിത, ജൂല, ദീപിക, ആഷാറോസ്, ശ്രീജ, പവിത്ര. ആർക്കും ഒരു സംശയവുമില്ല ഈ പാട്ട് ഏതാണെന്നുള്ള കാര്യത്തിൽ. യാത്ര എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഒരിക്കലെങ്കിലും പാടിയിട്ടുണ്ടാവുന്ന ഒരു പാട്ടാണ്. ONVയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണമാണ്. യേശുദാസും കുറച്ച് പേരും കൂടെ ചേർന്ന് പാടിയതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇതിത്തിരി ബുദ്ധിമുട്ടാവുമെന്ന് ഞാനങ്ങ് പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങളൊക്കെ ചാടി ഉത്തരം പറഞ്ഞ് എന്നെ അമ്പരപ്പിക്കുമായിരിക്കും. പാട്ടിതാണ്. 11ാമത്തെ ചോദ്യം. അന്തിക്ക് ജമ്മാനം ചോന്നു തൊടുക്കുമ്പോ എന്തൊരു ചേലാണ് കണ്ടു നിൽക്കാൻ കടൽ സുന്ദരിയാവുന്ന കണ്ടു നിൽക്കാൻ. അന്തിക്കു ജമ്മാനം ചോന്നു തൊടുക്കുമ്പോ എന്തൊരു ചേലാണ് കണ്ടു നിൽക്കാൻ കടൽ സുന്ദരിയാവുന്ന കണ്ടു നിൽക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയൂ. പലരും പറയുന്നു ഞാനാണ് ഫസ്റ്റ് എന്ന്. നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കൂ, അപ്പം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പവിത്രയോടും കൂടെ ചോദിച്ച് കൺഫേം ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് വൈശാഖ് പറയുന്നു. ഞാനല്ലേ ക്ലാസ് എടുക്കുന്നത്. ഈ പാട്ട് ഏതാണ് എന്ന് പറയുക. ലിജി, സിന്ധു, ജിഷ, ജീസ് കൈതാരം, അജിത്, സിന്ധു, കുറേ പേര് പറയുന്നുണ്ട്. ആഷാറോസ് സൈജു കാക്കക്കറമ്പനാണെന്ന് പറയുന്നു. പവിത്രമണി നിരവശയാണെന്ന് പറയുന്നു. ശരിയാണ്. ഒരു മുത്തശ്ശിക്കഥ എന്ന സിനിമയിലെ പാട്ടാണ്. ഉത്തരം ഇതാണ്. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപോവേ കരൾ കണ്ടോന്നറിയാമോ കാട്ടുപോവേ. അജിത് രാജ് പറയുന്നു MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. MG ശ്രീകുമാറും ചിത്രയും കൂടി പാടിയ പാട്ടാണ്. ഔസേപ്പച്ചൻ്റെ ഈണത്തിൽ ഒരു മുത്തശ്ശിക്കഥ എന്ന സിനിമയിലെ ജീസ് കൈതാരം പറയുന്നുണ്ട്. അപ്പോൾ ലിജിയാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലിജിക്ക് ഞാൻ 1 പോയിന്റ് കൊടുത്തു. ഇപ്പോൾ 11 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഞാൻ 12ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഉണ്ണിക്കീനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു. ഉണ്ണിക്കീനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു. ഈ എല്ലാ പാട്ടും ഞാൻ ആദ്യത്തെ 2 ലൈൻ മാത്രമേ പാടത്തുള്ളൂ. മുഴുവൻ അങ്ങ് പാടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു. അച്ചു വിപിന് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അനുപമ മോഹൻ, ശ്രീദേവി നമ്പ്യാർ എല്ലാവരും ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ദീപിക, അജിത്, സിന്ധു, ശശീന്ദ്രൻ, ജൂല, വി ഗോപാൽ, പവിത്ര ഉണ്ണി, ജിഷ റജോ. ആദിവ എഴുതിയതാണെന്ന് തോന്നുന്നു. ഫേസ്ബുക്കിൻ്റെ ഓട്ടോ കറക്റ്റാണെന്ന് തോന്നുന്നു. ആദിവാസി എന്നാണ് വന്നിരിക്കുന്നത്. ആഷാറോസ് ഷൈജു പൊന്നുരുകും പൂക്കാലം. പൊന്നുരുകും പൂക്കാലം അതല്ല, അത് ഈ സിനിമയിലെ മറ്റൊരു പാട്ടാണ്. ഇത് ആടിവാക്കാറ്റി പാടിവാക്കാറ്റി 1000 പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നുഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ കാണാ തിരുമുറിവുകളിൽ തൂകം കുളിരമൃതാൻ തിരുമുറിവുകളിൽ തൂകം കുളിരമൃതാൻ അഴകിന്നലകൾ പൂങ്കാറ്റി. അച്ചു വിപിനാണ് എന്ന് പറയുന്നു. ഞങ്ങൾ ഉത്തരമൊന്നുമില്ല, പാട്ട് കേട്ടാൽ മതി എന്നും ബിനുജി വർഗീസ് പറയുന്നു. ജലജ നാരായണൻ ആടിവാക്കാറ്റ് ആണെന്ന് പറയുന്നു. അച്ചു വിപിന് ഞാൻ 1 പോയിന്റ് കൊടുത്തിട്ടുണ്ട്.
ജോൺസൺ മാഷിൻ്റെ ഈണത്തിൽ ONV വരികൾക്ക് എസ് ജാനകി പാടിയ പാട്ടാണ് കേട്ടോ. മനോഹരമായ പാട്ട്. സിനിമ കൂടെ ഇവിടെ പത്മരാജൻ്റെ സിനിമയാണ്. അടുത്ത പാട്ട് ഓക്കെ, 2 ലൈൻ പാടാൻ പോവാണ്. 13ാമത്തെ ചോദ്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. 2 ലൈൻ മാത്രമേ ഞാൻ പാടത്തുള്ളൂ. ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത നേരം, ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത നേരം. ഇത് ഏത് പാട്ടാണ് എന്ന് കണ്ടുപിടിക്കൂ. കൂടുതൽ ക്ലൂ വേണമെന്നുണ്ടെങ്കിൽ പറയണേ. ക്ലൂ ഇല്ലാതെ പറയുമെന്ന് ഞാൻ നോക്കട്ടെ. ഉണരു നീ ആണ് എന്ന് ജീസ് കൈതാരം പറയുന്നു. അല്ല, ഞാൻ ഓർത്ത് ഭക്തിഗാനമാണെന്ന്. ഭക്തിഗാനം ഒട്ടും അല്ലാത്ത ഒരു പാട്ടാണത്. എന്നാൽ പിന്നെ നിങ്ങൾ ഈ പാട്ടിൻ്റെ എന്നോട് ചോദ്യം ഇത് അനുവദിക്കുന്നതല്ല. ഇതിന് ഉത്തരം സായൻ്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം അവിടെ കമൻറ്റ് ചെയ്യുക എല്ലാവരും. അനുപമ മോഹൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആശാ റോസ് ഷൈജു ഉണ്ണി എന്ന് പറയുന്നു. ജീസ് കൈതാരം പറയുന്നു. സായൻ സരംഗ്, നിങ്ങളുടെയൊക്കെ ഉത്തരം ശരിയാണോ എന്ന് നോക്കാം നമുക്ക്. പവിത്രമണി ടഫായല്ലോ എന്ന്. ടഫാവാഞ്ഞിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഇതത്ര ടഫൊന്നുമല്ല. ഇത് ഭയങ്കര ഫേമസ് പാട്ട് തന്നെയാണ്. ഒത്തിരി പേര് ഉത്തരം പറയുന്നുണ്ട്. ഈ പാട്ട് അറിയാവുന്ന പലരും ഇവിടെയുണ്ട്. നിഷിബ അച്ചുവിൻ ഞാൻ പാട്ട് കേട്ടില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പാട്ട് ഏതാണെന്ന് കൂടെ പറയാം. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത നേരം, കാലം വന്നു കന്നിപ്പൂവിൻ കരളിനുള്ളിൽ കളിയം വേദു, രാവിൻ നെഞ്ചിൽ കോലം തുള്ളും രോമാഞ്ചമായവൾ മാറി, രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയില്ല, രജനീ കദംബങ്ങൾ മിഴിചിമ്മിയില്ല, മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ ഇന്നും അവളുടെ രാവുകൾ, എന്നും അവളുടെ രാവുകൾ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് അവളുടെ രാവുകൾ എന്ന സീമയുടെ ആദ്യ ചിത്രത്തിലെ പാട്ടാണ്. ഐ വി ശശിയുടെ ഡയറക്ഷൻ, ബിച്ചു തിരുമല എഴുതി, MT ഉമ്മറിൻ്റെ മ്യൂസിക്കാണ്. എസ് ജാനകി പാടിയ പാട്ടാണ്. ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. സീമയുടെ ആദ്യ സിനിമയാണ്. ശ്രീദേവി പറയുന്നു ഞാൻ നല്ല കുട്ടിയായി, ഈ പാട്ടൊന്നും കണ്ടുകൂടാ എന്ന് പവിത്രണ്ട് പറയുന്നു. അങ്ങനെ മാറ്റി നിർത്തണ്ട ഈ സിനിമയെ. അന്നത്തെ കൾട്ട് ക്ലാസിക് സിനിമയാണ്. ഇതിനൊത്തിരി കമൻറ്റുകൾ വരുന്നുണ്ട്. സ്വാഭാവികം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പോയിന്റ് നില ഞാനൊന്ന് വായിക്കുകയാണ്. അജിത് രാജിന് 3 പോയിന്റ്, ജീസ് കൈതാരത്തിന് 3 പോയിന്റ്, അജിത്ത്, വള്ളോലി, ശ്രീദേവി, സഹ്ല, ബിനോ, ജിഷ, ലിജി, അച്ചു, അനുപമ എന്നിവർക്കെല്ലാം ഓരോ പോയിന്റ് വീതമാണ്. 14ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. വർഷമയൂരമെങ്ങോ പീലി നിവർത്തിടുമ്പോൾ ഹർഷാശ്രുപൂക്കളിൽ നിന്നുതിർന്നതെന്തേ? ഇതാണ് ചോദ്യം. ഉത്തരം പറയുക. കൂടുതൽ പാടുമ്പോൾ പെട്ടെന്ന് ഉത്തരം വരുന്നത്. ഇനി മുതൽ 2 ലൈൻ മാത്രമേ പാടുന്നുള്ളൂ. പലരും ഉത്തരം പറയുന്നുണ്ട്. നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യണേ. ശരിയായ വാക്ക് പറയുന്നവർക്കേ ഞാൻ സമ്മാനം കൊടുക്കൂ, പോയിന്റ് കൊടുക്കൂ. പവിത്ര, ശ്രീജാജിത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ്? ശ്രീജാജിത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞത് എനിക്ക് അനുപമ മോഹനെയാണ് ഫസ്റ്റായിട്ട് വന്നത്. ഞാൻ പോയിന്റ് കൊടുത്തത് കഴിഞ്ഞ ഉത്തരം. കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
അതിൽ ഇന്ദുലേഖ എന്ന് പറഞ്ഞവർക്ക് ഞാൻ കൊടുക്കുന്നില്ല പോയിന്റ്. വൈശാഖ് ജയാണ് എൻ്റെ സ്ക്രീനിൽ ഇതിൻ്റെ ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത്. അനുപമ, ജീസ്, വൈശാഖ്, മഹേഷ്, ശ്രീജ, അച്ചു, വിപിൻ, ശ്രീദേവി, സഹ്ല, മഞ്ജു ശ്യാം, ജൂല, അജിത് രാജ്, അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു ഇന്ദ്രനീലിമയോലും. വൈശാഖിനാണ് ഒന്നാമത് ഞാൻ കൊടുത്തിരിക്കുന്നത്. മറ്റത് ഒന്നുകൂടെ ഒന്ന് നോക്കി പറയാമോ പവിത്ര? എനിക്ക് അനുപമയാണ് കാണുന്നത്. രാഗേന്ദു കിരണങ്ങൾ, അത് അതിന് മുമ്പത്തെ ചോദ്യമായിരുന്നോ? അപ്പോൾ ഞാൻ 15ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. അവസാനത്തെ ചോദ്യമാണ്. ഇനി എൻ്റെ കയ്യിൽ വേറെ ചോദ്യമൊന്നുമില്ല. ഈ ഒരു ചോദ്യം കൊണ്ട് തീരുവാണ്. അജിത് രാജും ജീസ് കൈതാറും 3 പോയിന്റുകൾ വീതം നേടി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്നാം സമ്മാനം അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ന് ഈ ലൈവ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും എളുപ്പമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുതെന്ന്. കാരണം സാറിന് ഞാൻ 80s ചോദ്യങ്ങൾ അല്ലെ 70s എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളങ്ങ് ബഹളം തുടങ്ങുക. ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത പാട്ടാണെന്നൊക്കെ. അതുകൊണ്ട് ഇന്ന് പോപ്പുലറായിട്ടുള്ള പാട്ടുകൾ മാത്രമാണ് എടുത്തുകൊണ്ട് വന്നത്. ശ്രീജിക്കും അനുപമയ്ക്കും ഓരോ പോയിന്റ് കൊടുക്കാൻ പവിത്ര പറയുന്നുണ്ട്. ഓക്കെ, ശ്രീജിക്കും അനുപമയ്ക്കും ഓരോ പോയിന്റ് വെച്ച് ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ്, കേട്ടുകൊള്ളുക. ഈ പ്രദക്ഷിണ വീതികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശ്രീവേലികൾ തൊഴുതു. ആരാദ്യം പറയും? ജിഷ റജോ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഞ്ജു ശ്യാം, ജീസ് കൈതാര, മഞ്ജു രഞ്ജിമ, ടിജി ഗഫൂർ, ആശാ റോസ് ഷൈജു. ആർക്കും ഉത്തരത്തിൻ്റെ കാര്യത്തിൽ എതിരഭിപ്രായമില്ല. എല്ലാവർക്കും ഈ ഉത്തരം തന്നെയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. സഹ്ല, ജൂല, പവിത്ര. ഈ പഠനത്തിൽ അത് ആരുമില്ല അല്ലേ? റംസീന നാസർ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാനല്ലേ ഇന്ന് നോക്കാമോ എന്ന്? എന്തിനാണ്? ഞാനൊന്ന് നോക്കട്ടെ ആരാണ് ആദ്യത്തെ ഉത്തരം പറഞ്ഞതെന്ന്. ഒന്നാം രാഗം പാടി എന്ന് ആദ്യം പറഞ്ഞത് എൻ്റെ സ്ക്രീനിൽ ജിഷയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ പാട്ടിതായിരുന്നു. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുന്നിൽ പാടുവതും തേടുവതും രാഗമായി ദൈവനും അനുരാഗിയ അമ്പലപ്രാവേ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അജിത് രാജിന് 3 പോയിന്റ്, ജീസ് കൈതാരത്തിന് 3 പോയിന്റ്, ജിഷയ്ക്ക് 3 പോയിന്റ്. 3 പേരാണ് നിൽക്കുന്നത്. എൻ്റെ ഇത് ഇനി ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ വേണോ? വേണമെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരെണ്ണം പാടാം. എൺപതുകളിലെ ഒരു പാട്ട് ഞാനിങ്ങനെ ഓർക്കുക, ഏത് പാടണം എന്ന്. ഓക്കെ, ഒരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറയാം. ഇവർ 3 പേരിൽ ആരാണ് ആദ്യം പറയണതെന്ന് നോക്കിയിട്ട് അവർക്ക് ഒന്നാം സ്ഥാനം എന്ന് പറയും കേട്ടോ. അജിത്ത്, ജീസ്, ജിഷ. അപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ അവരെ വിജയിയാക്കുന്നതായിരിക്കും. പാട്ട് വരികൾ എനിക്ക് നല്ല ഓർമ്മയില്ല. വിൺമേഘഹംസങ്ങൾ തൊഴുതു വലം വെച്ച സിന്ദൂരം ഈ സന്ധ്യയിൽ. ഏതാണ് ഈ പാട്ട് എന്ന് അജിത്ത്, ജീസ്, ജിഷ ഇവരിൽ ആരെങ്കിലും ഒന്ന് ആദ്യം പറയാമോ? അജിത്തിന് ആശംസ, ജീസിനും ആശംസ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഒരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ആണ്.
അജിത് രാജ് ഉത്തരം പറഞ്ഞിരിക്കുന്നു. 3 പേര് ഉത്തരം പറഞ്ഞു, പക്ഷെ അജിത്താണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് അജിത്തിനെ ഞാൻ ഇതിൻ്റെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അജിത്താണ് ഇന്നത്തെ വിജയി. 80കളുടെ രാജകുമാരനായിട്ട് അജിത്തിനെ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. പാട്ട് ഈരന്മേഘം പൂവം കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. ചിത്രം സിനിമയിലെ പാട്ടാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തി ആ ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ഫ്ലാഷ് ബാക്കിനകത്ത് വരുന്ന പാട്ടാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അജിത്തിനെ വിന്നറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജിഷ എന്നിവരാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. പിന്നെ 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഓരോ പോയിന്റ് ഉണ്ട്. അജിത് വള്ളോലി, ശ്രീദേവി, സഹ്ല, ബിനോ മാത്യു, ജിഷയില്ല, ലിജി, അച്ചു, വിപിൻ, അനുപമ, വൈശാഖ്, ശ്രീജ, എല്ലാവർക്കും ഓരോ പോയിന്റ്. ഇവരെല്ലാം 3ാം സ്ഥാനം. അപ്പോൾ ഇന്ന് ഈ പരിപാടി അവതരിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പഴയ പാട്ടാണെന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും അറിയാതെ ഇരിക്കുന്നൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഭയങ്കര ടഫായിട്ടുള്ള ഒരു സെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്തൊരു ലൈവിൽ ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഇതുപോലെ തന്നെ അനുപല്ലവി പറഞ്ഞിട്ട് ഞാൻ പല്ലവി ചോദിക്കും. നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് വരാം. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി. നാളെയും വരിക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കൂട്ടക്ഷരങ്ങളുടെ ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ, അതായത് എന്നും ഉച്ചയ്ക്കുള്ള 12 മണിക്കുള്ള ലൈവ് ക്വിസിൽ നിങ്ങൾക്ക് ക്വിസ് അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കോ പവിത്രയ്ക്കോ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വേദി തരാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ 12 മണിക്ക് രസകരമായ മറ്റൊരു ലൈവുമായി വീണ്ടും കാണാം. അപ്പോൾ നന്ദി.